ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. അത് പള്ളി. ഇത് അവിടെ പള്ളീൻ്റെ ബാക്ക് സൈഡ് കബറുംപുറം. അപ്പോൾ അവിടെ ചെറുങ്ങനൊരു വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ, വെള്ളം വന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുന്നത്, നല്ല കാണാൻ നല്ല മനോഹരമായൊരു നാട്. ലോങ്ങായിട്ട് കാണിക്കാം. അപ്പം ഇതൊരു ഫ്ലാറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിങ്ങനെ വരുന്ന വഴി, ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന വഴി വന്നിട്ട് പിന്നെ ഡോറിനുള്ളിലേക്ക് പോവാൻ. ഞാനിങ്ങനെ ഹോം ടൂറിൽ ആദ്യമായിട്ട് എടുക്കുന്നത്, ഫസ്റ്റ് ഇപ്പോൾ തുടങ്ങുന്നല്ലേ. അപ്പോൾ അവിടെ ഞാൻ ലൈറ്റെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഞങ്ങൾ 6 ചെയറുണ്ട്. അത് ഒരു ഡൈനിങ് ടേബിള് ഇവിടെ വെച്ചിന്. പിന്നെ 2 ബെഡ്റൂം. ഇത് ഞങ്ങളെ ബെഡ്റൂം. അത്യാവശ്യം സൗകര്യമുണ്ട് ബെഡ്റൂം. ഇത് നല്ലൊരു വലിയ ബെഡ്റൂം ആയിട്ടുണ്ടത്. അങ്ങനെ പിന്നെ ഇങ്ങനെ നോക്കിയെങ്കിൽ മോൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. സൈക്കിള് പിന്നെ എന്തെങ്കിലും ആര് കൊണ്ടുവരേണ്ട അവിടെ വെക്കുന്നത്, അങ്ങനത്തെ ചെക്കന്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഇവിടെ. ഇത് മുമ്പ് ഇവിടെ പെരലുണ്ടായത് കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ സാധനത്തെല്ലാം ഉണ്ടായിന് കുറേ, അതെല്ലാം കൊടുത്ത് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ മാറിയതാണ്. ഇതെല്ലാം മക്കളെ ഡ്രസ്സെല്ലാം ഇങ്ങനത്തെ ചെറിയ ബാസ്ക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു ബെഡ്റൂം. പിന്നെ ഇങ്ങനത്തെ ഇതെല്ലാം എൻ്റെ അവിടെ പേരെല്ലാം സെറ്റിങ്സ് വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയി. പിന്നെ ഇത് ജസ്റ്റ് പുറത്തൊരു ബാൽക്കണിയിൽ എൻ്റെ ചെറിയ കലാപരിപാടികൾ. എനിക്ക് എവിടെ പോയെങ്കിലും ഇങ്ങനത്തെ ഒരു സംവിധാനം വേണം. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടം. മക്കളെക്കാളും ഇഷ്ടമാണ് എനിക്ക്, കാട്ടി ഇഷ്ടം എനിക്ക് എൻ്റെ ചെടികൾ നല്ല പാങ്ങിൽ ഞാൻ നോക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതെല്ലാം കണ്ട, ഇതെല്ലാം പുറമേ ഉണ്ട് ഒരു ബാക്ക് സൈഡ്. എൻ്റെ ആറിൻ്റെ സൈഡ് കിട്ടുന്ന ഒരു വ്യൂ ആണ്. നല്ല മാഷാ അല്ലാഹ്, നല്ല മഴയെല്ലാം പെയ്യുമ്പോൾ എന്തോ ഒരു ചേലിയുടെ കാണാൻ. അങ്ങനെ കൊതുവിൻ്റെ ശല്യമാണ്, നല്ല കൊതുണ്ട്. പക്ഷേ ഈ ഫ്ലാറ്റ് ഇല്ലെങ്കിലേ ഇത് ഇടയിലെ ഡ്രസ്സെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. പിന്നെ ഇങ്ങനെ അൽക്കോലമായിട്ടുണ്ടത് ഇത് ഞാൻ വൃത്തിയാക്കിയിട്ട് വെച്ചിന്, കഴിഞ്ഞത്ര വൃത്തിയാക്കിയിട്ട് വെച്ചിന്. പിന്നെ വൃത്തിയാട്ടിനു ഇടയില്ലെങ്കിൽ പെയിന്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിനെങ്കിൽ നല്ല വൃത്തിയാട്ടിനു. ഇത് പിന്നെ എൻ്റെ മക്കൾക്ക് എല്ലാം ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ അത് അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ടില്ല. ഒട്ടിക്കുന്ന വലിയ ഭ്രാന്ത് എനിക്കൊക്കെ അങ്ങനത്തെ എല്ലാം ഇത്. പിന്നെ നമ്മൾ വിചാരിച്ചു സ്വന്തം പെരയിൽ ഇപ്പം ഞാനിങ്ങനെ ഒട്ടിക്കൊന്നും ചെയ്യാല്ല. ഇത് ഇങ്ങനെ പെയിന്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അല്ല ഞമ്മ വരുന്നതിൽ കുറച്ചും കൂടി ഇല്ല ഒരു പെയിന്റ്, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കുടിയാകുമ്പോൾ കൊടുത്ത പെയിന്റ് തോന്നുന്നുണ്ട്. ഇതെല്ലാം ഞാൻ സ്റ്റിക്കർ ഞാൻ വാങ്ങിയിട്ട് ഇവിടെ എല്ലാം ഒട്ടിച്ചത്. അന്നത്തെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് എനിക്ക് ഭ്രാന്തുണ്ടാ ഇതെല്ലാം മേങ്ങിയിട്ട് വെറുതെ പൈസ കളിയാന്ന്. അന്നൊരു കിച്ചണല്ലേ ഒരു കാണുമ്പോൾ ഒരു വാങ്ങിക്കട്ടെ ഇത് അങ്ങനെ ഞാൻ ഇതാക്കിയത്. ഇതിപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് വെക്കുന്ന സ്ഥലം. ഇത് ചെറിയത് 4 കസാലിൻ്റെ ടേബിള്, ഫുഡെല്ലാം കഴിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഇത് ചെറിയൊരു ബാൽക്കണി പുറത്ത്. അതങ്ങനെ സൗകര്യമൊന്നുമില്ല. ഇങ്ങനെ മിഷന് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ അത്ര ഇതാകുന്നില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളെ പേരിൻ്റെ പണി എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലാകുമ്പോഴേക്ക് പിന്നെ ശരിയാന്ന്. റബീഉൽ അവ്വലാകുമ്പോഴേക്ക് അപ്പോഴേക്ക് ആയെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെറുങ്ങനെ പാല് കാച്ചണം. പാല് കാച്ചിട്ടായിട്ട് പിന്നെ ആർത്തി അങ്ങനത്തെ കാര്യം പയ്യ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചെറുങ്ങനെ പാലെല്ലാം റബീഉൽ അവ്വലല്ലേ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാല് കാച്ചാമെന്നല്ല വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹോം ടൂർ. ചെറിയൊരു ഹോമാണ്, അത്യാവശ്യം സൗകര്യം. എനിക്ക് 3 മക്കൾക്കും ഹസ്ബൻഡിനും പറ്റിയ ഒരു ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.